എനിക്ക് തന്നിരിക്കുന്ന വിഷയം ദേവി മഹാത്മ്യം എന്നുള്ളതാണ്. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരിക ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിനെ ആസ്പദമാക്കി ആയിരിക്കും സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാനിച്ച് ഞാൻ അതുമായി ബന്ധപ്പെടുത്തി ദേവിയെ ശക്തി എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അറിഞ്ഞിരിക്കണം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൽ ശക്തി ആരാധന എന്നു തൊട്ടാണ് ഉണ്ടായിരുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശക്തിക്ക് ദേവിയുടെ രൂപമാണ് അല്ലെ. പാർവതി ദേവിയെ നമ്മൾ ശക്തിയായിട്ട് പറയും. അപ്പൊ എന്നു തൊട്ടാണ് ഈ ശക്തി ആരാധന നമുക്കുണ്ടായിരുന്നത്. ശക്തി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന് എന്നു തൊട്ടാണ് രൂപം ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ശക്തി എന്ന് പറയുന്ന ആശയം നമ്മുടെ സനാതന ധർമ്മത്തിൽ എങ്ങനെ വന്നു? ഒരിക്കല് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയായിട്ടുള്ള ശാരദാദേവി ശരീരത്തിൽ എണ്ണയെല്ലാം തേച്ച് ജയറാവാടിയിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് ഒരു ശിഷ്യൻ വന്ന് വരാന്തയെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഒരു വശത്തേക്ക് ചൂലൊരേറെ കൊടുത്തു. മാതൃദേവി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മാതൃദേവി ഇത് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, ഈ ചൂല് നാളത്തേക്ക് ആവശ്യമില്ലേ? ഏറെ കണ്ടാൽ തോന്നും ഇത് ഡിസ്പോസിബിൾ ആണ്, ഇനി നാളത്തേക്ക് ആവശ്യമില്ല എന്ന്. അപ്പൊ ശിഷ്യനാകെ അമ്പരന്ന് പോയി. അത് കഴിഞ്ഞ് മാതൃദേവി ചോദിച്ചു, ഒരു വീട്ടിൽ ഈ ചൂല എന്ന് പറയുന്നത് എത്ര പ്രാധാന്യമുള്ള ഒരു സാധനമാണ്? പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് അറിയാം, പുരുഷന്മാർക്ക് അറിയില്ല എന്നല്ല കേട്ടോ. എന്നാലും ഈ ആയുധം കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നത് ഞങ്ങളായതുകൊണ്ട് പറയുകയാണ്. ഒന്ന് അടിച്ചു വാരണമെങ്കിൽ ചൂലിന് പകരം വെക്കാനുള്ള ഏതെങ്കിലും സാധനം ഉണ്ടോ? ചൂലിന് ചൂല് തന്നെ കിട്ടിയാലേ തൃപ്തിയാവും. അതോ പുല്ലുചൂലിന് പുല്ലുചൂല് തന്നെ വേണം, കുറ്റിച്ചൂലിന് കുറ്റിച്ചൂല് തന്നെ വേണം, നമുക്കിത് തന്നെ കൃത്യമായിട്ട് വേണം. അപ്പൊ അമ്മ ചോദിച്ചു, മാതൃദേവി ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ ഈ ചൂല എന്ന് പറയുന്നത് ഒരു ഫാമിലി മെമ്പർ അല്ലേ? എല്ലാ ദിവസവും വളരെയധികം വേണ്ട ആവശ്യമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബഹുമാനം ഈ ചൂല അർഹിക്കുന്നില്ലേ? ഒരു 2 സെക്കൻഡ് കൂടി വിചാരിച്ചാൽ മര്യാദയ്ക്കൊന്ന് നടന്നുപോയി അതവിടെ ഒന്ന് ചെരിച്ച് നാട്ടി വെക്കാമായിരുന്നു. അതിനുശേഷം മാതൃദേവി പറഞ്ഞു, ഈ ചൂലിലും ഈശ്വരനുണ്ട്. ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ വരിക്ക് മുമ്പ് വരെ എല്ലാം നമുക്ക് ഓക്കെയാണ്. ഒരാൾക്ക് ഇച്ചിരി ബഹുമാനം കൊടുക്കുന്നതിന്, ഒരു ചൂലിന് ഇച്ചിരി ബഹുമാനം കൊടുക്കുന്നതിനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചൂലിൽ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കും? ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങുന്ന പ്രോഡക്റ്റുകൾ, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ വേണം, അതിൻ്റെ പരസ്യം എങ്ങനെ കൊടുക്കണം, കസ്റ്റമറിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളോട് പോയിട്ട് ചൂലിൽ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മറുപടി, ഇന്നത്തെ തലമുറയിൽ കൂടുതൽ പേരുടെയും മറുപടി എന്തായിരിക്കും? പാവം, ടീച്ചറിന് എവിടെയോ കുറച്ച് ബുദ്ധി കുറവാണ്. കാരണം കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാണല്ലോ ഇന്നും കൂടുതൽ. അപ്പൊ എന്താണ് അവർ വിചാരിക്കുന്നത്? ടീച്ചർ എന്തൊക്കെയോ പുസ്തകത്തിൽ നിന്ന് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പറയുന്നതിനൊരു ലോജിക് ഇല്ല. അവർക്കെല്ലാം അങ്ങനെയാണല്ലോ പറയുന്നത്, ലോജിക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞത് ആരാണ്? മാതൃദേവിയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, മാതൃദേവി എന്നാൽ സരസ്വതി ദേവിയാണ്. തന്റെ അറിവ് കൊണ്ട് ഈ ഭാരതത്തെ അമ്പരപ്പിച്ച സ്വാമി വിവേകാനന്ദൻ പോലും അത്രമാത്രം മാതൃദേവിയെ ബഹുമാനിച്ചിരുന്നു. അതൊരിക്കലും തന്റെ ഗുരുവിന്റെ ഭക്തി ആയതുകൊണ്ട് മാത്രമല്ല, കാരണം മാതൃദേവി ആ ആത്മീയ തലത്തിൽ എത്തിയ ആളാണെന്ന് അറിയാമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കല് ഒരു അന്തേവാസി മോഷണം നടത്തി ആശ്രമത്തിൽ. വിവേകാനന്ദ സ്വാമി ഇത് അറിഞ്ഞപ്പോൾ വളരെ ദേഷ്യം വന്ന് അവിടുന്ന് പുറത്താക്കി. ഇയാൾ എന്ത് ചെയ്തു?
ഗംഗയൊക്കെ നീങ്ങി കിടന്ന് നേരെ മാതൃദേവിയുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. മാതൃദേവി എന്ത് പറഞ്ഞു? ബാബുരാമനെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ തിരിച്ചെടുത്തേക്കാൻ പറ നരേന്ദ്രനോട്. ബാബുരാമൻ എന്ത് ചെയ്തു? ഇയാളെയും കൂട്ടിക്കൊണ്ട് വിവേകാനന്ദ സ്വാമിജിയുടെ അടുക്കലേക്ക് വരിക. ദൂരെ ഒന്ന് നോക്കിയപ്പോഴേ ഈ പുറത്താക്കിയവൻ വരുന്നത് കണ്ടു. അപ്പോഴേ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇങ്ങോട്ട് കയറരുത്, പൊക്കോണം എന്നൊക്കെ. അപ്പൊ ബാബുരാം പറഞ്ഞു, മാതൃദേവി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ എടുക്കണമെന്ന്. ഉടനെ വിവേകാനന്ദ സ്വാമിജിയുടെ മറുപടി എന്തായിരുന്നു എന്നറിയാവോ? ഓ, നീ അപ്പൊ ഹൈക്കോടതിയിൽ പോയി പിടിച്ചല്ലേ? ആ, കിറിക്കും. ഒരക്ഷരം വേറെ പറഞ്ഞില്ല. അപ്പൊ നീ പോയി ഹൈക്കോടതിയിൽ പിടിച്ചല്ലേ, ഇനിയിപ്പോ എനിക്ക് എന്താ പറയാനുള്ളത്? കേറിക്കും. അത്രമാത്രം ബഹുമാനമായിരുന്നു വിവേകാനന്ദ സ്വാമിജിക്ക് മാതൃദേവിയോട്. മാതൃദേവി അസത്യം പറയില്ല. അപ്പൊ പിന്നെ ചൂലിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾക്കാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങളുടെ അടുക്കൽ ധാരാളം ആളുകൾ വന്ന്, ഈശ്വര വിശ്വാസം ഇല്ലാത്തവരൊക്കെ വന്ന്, കൂട്ടുകാർ വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കും. അവരാദ്യം ചോദിക്കുന്നത് എന്താണ്? നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കാണാത്ത ഈശ്വരനെ എങ്ങനെ വിശ്വസിക്കുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിക്കാം, ഈ ചൂലെന്ന് പറയും, വളരെ ശ്രദ്ധിച്ചു കേട്ടാൽ വളരെ ലളിതമാണ്, മനസ്സിലാവും. ഈ ചൂലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈർക്കിലി കൊണ്ട്. ഈർക്കിലി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓല കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല, ഓലയുടെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ ഈർക്കിലി. ഈ ഈർക്കിലി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത് ജലം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വെച്ചിട്ടാണ്. ജലം എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. പക്ഷെ കുടിക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്താണ് കുടിക്കുന്നത്. അത് തന്നെ സംഭവിക്കുന്നതാണ് പ്രകൃതിയിൽ. എന്താ സംഭവിക്കുന്ന ഭഗവാനെ നമുക്കറിയില്ല. ആകെ നമുക്കറിയാവുന്ന വളരെ കുറവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആകെ അറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിയിലെ ഏത് വസ്തുക്കളും ഏറ്റവും കുറഞ്ഞത് 2 വസ്തുക്കൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ആറ്റം എന്നൊക്കെ പറയും, ഇപ്പൊ അതിലും ചെറുതൊക്കെ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്തെങ്കിലും ആട്ടെ, ഏതൊരു വസ്തുവും ഏറ്റവും കുറഞ്ഞത് 2 വസ്തുക്കളുണ്ട്. ചിലപ്പോൾ അത് 4 വസ്തുവായിരിക്കും. ഇപ്പൊ ഒരു മൈക്കൊക്കെ ചിലപ്പോൾ 5 വസ്തുക്കൾ ചേർത്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ചോദ്യം, ഈ ഈർക്കിലി ഇതുപോലെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കറിയില്ല. എങ്കിലും കാർബണോ എന്തെങ്കിലുമൊക്കെ ഒരു 4 വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കുക. ഈ 4 വസ്തുക്കളെ ചേർത്ത് നിർത്തുന്ന ശക്തി ഏതാണ്? ഈ 4 വസ്തുക്കളും കൂടെ ചേർന്ന് നിൽക്കണ്ടേ അല്ലേ? ഇതിങ്ങനെ നടന്നാൽ മതിയോ? ഈ 4 വസ്തുക്കളും കൂടെ ചേർക്കണം. നമ്മൾ ആരെങ്കിലും ചേർക്കുന്നുണ്ടോ? ഇത് പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്നതല്ലേ. ഈ ചേർന്ന് നിന്നാൽ പോരാ, ഈ ഷേപ്പിൽ ഉണ്ടാവണ്ടേ? ഏതെങ്കിലും ഈർക്കിൽ ഉരുണ്ടിരിക്കാറുണ്ടോ? എല്ലാ ഈർക്കിലും ഈ ഷേപ്പിൽ വരണമെങ്കിൽ ആ ഈർക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെല്ലാം ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ശക്തി വേണം അല്ലേ? ഈ ശക്തി ഏതാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഉറപ്പാണ് ഒരു ശക്തി ഉണ്ടെന്ന്. ഇനി അടുത്തൊരു ചോദ്യം. ഞാൻ ടീച്ചറായതുകൊണ്ട് എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോട് വ്യക്തിപരമായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചൂടല്ലേ, ഉറങ്ങാതിരിക്കാനും കൂടി ഒന്ന് എൻഗേജ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ചെമ്പരത്തി കൊണ്ട് ഇവിടെ പറിച്ചു വെക്കുകയാണെന്ന് വിചാരിക്കുക, ഇന്ന് സന്ധ്യയ്ക്ക്. നാളെ രാവിലെ ഇത് വിടരുമോ ഇല്ലയോ? വിടരും. ഇതെങ്ങനെ വിടർന്നു? തനിയെ വിടർന്നു. പക്ഷെ തനിയെ വിടരണമെങ്കിലും ശക്തി വേണ്ടേ? അതായത് സൗന്ദര്യ ലഹരി തുടങ്ങുന്നത് എങ്ങനെയാണ്? ശിവശക്തിയായി യുക്തം അല്ലെ? ശക്തി ഇല്ലെങ്കിൽ ശിവൻ ജഡമാണ്. ശിവന്റെ വിരലിന്റെ അറ്റം പോലും ശക്തി ഇല്ലെങ്കിൽ അനക്കാൻ പറ്റുമോ? കണ്ണിന്റെ പോള ചലിപ്പിക്കാൻ പറ്റുമോ? ശക്തി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ചെമ്പരത്തി മൊട്ടിനുള്ളിൽ എത്രയോ മുമ്പ് തന്നെ ഒരു ശക്തി ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞാലായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കുക അല്ലേ? ആ ചെമ്പരത്തി മൊട്ടിനുള്ളിൽ അതിനു മുമ്പ് തന്നെ ഒരു ശക്തി ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിയല്ലേ? അതുകൊണ്ടാണ് ആ ചെമ്പരത്തി മൊട്ട് വിടുന്നത്. വിടണമെങ്കിൽ അനങ്ങണ്ടേ? അനങ്ങണമെങ്കിൽ അതിനുള്ളിൽ ഒരു ശക്തിയുണ്ട്. അപ്പൊ
അപ്പൊ അങ്ങനെ നോക്കിയാൽ അതിനകത്തും ശക്തിയുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്താലും അതിനുള്ളിൽ ഈ ശക്തിയുണ്ട്. അതിന് കാരണം ഇപ്പൊ മൈക്ക് എടുക്കുക. ഈ മൈക്ക് ഒരു 5 വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ. ഈ 5 വസ്തുക്കൾ ചേർത്ത് നിർത്തുന്ന ശക്തി ഏതാണ്? ഇപ്പൊ കുട്ടികൾ വേണേൽ പറയും ഫെവിക്കോളാണ് പറയാന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫെവിക്കോൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതും ഒരു 3-4 വസ്തുക്കൾ ചേർത്തിട്ടല്ലേ. അതിനെ ചേർത്ത് നിർത്തുന്ന ശക്തി ഏതാണ്? അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്താലും, അത് പേഴ്സ് എടുത്താലും, മൊബൈൽ എടുത്താലും, രൂപ എടുത്താലും, നമ്മുടെ കമ്മൽ എടുത്താലും, മാല എടുത്താലും, ഏത് വസ്തുക്കളും 2 അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഘടകങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയാണ് സനാതന. ഒന്നുമില്ല. നമ്മൾ പറയുന്നു പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യം കൊണ്ടൊന്നിനെ തൊടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഭൂമിയിൽ ചവിട്ടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഹോൾസെയിലായിട്ട് ഒരു ക്ഷമ പറയും. രാവിലെ തന്നെ തൊട്ട് ഇന്ന് മുഴുവൻ ഇനി ഇങ്ങനെ നടക്കാൻ പോവാണ് സമുദ്രവസനെ ദേവി അല്ലെ. ഒരു പേപ്പറിൽ തൊട്ടാൽ തലയിൽ വെക്കും. കാരണം എന്താണ്? അതിലും ഒരു ശക്തിയുണ്ട്. ശക്തിക്ക് നമ്മൾ എന്തൊക്കെ വാക്കുകൾ പറയും? ചൈതന്യം, ഊർജം. ചൈതന്യം എന്നൊക്കെ പറയണമെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ഊർജമായിരിക്കണം. നെഗറ്റീവ് ഊർജം ഉണ്ട്. ഒരു മലം കിടന്നാൽ അതിൽ നിന്ന് ഊർജം പോസിറ്റീവാണോ നെഗറ്റീവാണോ വരിക? നെഗറ്റീവാണ് അല്ലേ. അപ്പൊ ഈ ഊർജം എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ അതിനെ ചൈതന്യം എന്ന് പറയും. അതിന്റെ വേറൊരു പേരാണ് ശക്തി അല്ലെങ്കിൽ ഊർജം എന്നൊക്കെ പറയും. അതുകൊണ്ടറിയാം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഈ ശക്തി ഇല്ലാത്ത പരിപാടിയില്ല അല്ലേ. അതുകൊണ്ടാണ് ഭാരതം പണ്ട് തൊട്ടേ ശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ശക്തിയെ കാണാൻ പറ്റുമോ? ആരെങ്കിലും നിങ്ങളുടെ ശക്തിയെ കണ്ടിട്ടുണ്ടോ? അപ്പൊ കുട്ടികള് കൂട്ടുകാർ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, കാണാത്ത ഈശ്വരനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവനോട് തിരിച്ചു ചോദിക്കണം, കണ്ടതിനെ മാത്രമേ നീ വിശ്വസിക്കത്തുള്ളൂ എന്ന് ചോദിക്കണം. അപ്പൊ അവരെന്ത് പറയും? അതേന്ന് പറയും. അതുകൊണ്ടാണല്ലോ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കണം, നിനക്ക് ബുദ്ധി ഉണ്ടെന്നാണോ നീ വിചാരിക്കുന്നത്, ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? അപ്പൊ എന്തായിരിക്കും കൂട്ടുകാർ മറുപടി പറയാ? ഉണ്ടെന്ന്. ഒന്ന് കാണിച്ചു തരാൻ പറയാം. ഒരു സാധനം ഉണ്ട് എന്ന് കൂട്ടുകാരൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട് കണ്ടതിനെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയെ കാണിച്ചു തരാൻ പറയണം. ആരെങ്കിലും നമ്മുടെ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ശക്തി ആർക്കും കാണാൻ സാധിക്കില്ല. ശക്തി സൂക്ഷ്മമാണ്, എന്നാലും ഉണ്ടെന്ന് നമുക്കറിയാം. ഊർജത്തിനെ കാണാൻ സാധിക്കില്ല. കാരണം ഇലക്ട്രിസിറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ലൈറ്റ് ഇടുമ്പോൾ അറിയാം, ഷോക്ക് അടിക്കുമ്പോൾ അറിയാം. ശക്തി ആർക്കും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ബുദ്ധിയുടെ കൂടെ ശക്തി എന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സൂക്ഷ്മമായതുകൊണ്ടാണ്. എന്നാൽ ഈ ബുദ്ധി ഇരിക്കുന്ന എവിടെയാ? തലയിലാന്ന് നമ്മൾ പറയും. സ്കൂളിൽ ഇത് മുഴുവൻ വരച്ചു പഠിച്ചതല്ലേ, സെറിബ്രം, സെറിബെല്ലം, കോർട്ടക്സ് ഒക്കെ. എവിടെയെങ്കിലും ബുദ്ധി വരച്ചു പഠിച്ചോ? ഇല്ല. ഇനി അടുത്തത് മനസ്സ്. ചില ദിവസം നമ്മൾ പറയത്തില്ലേ, മനസ്സിനാകെ വിഷമോ, എന്നാ ഈ മനസ്സ് എവിടെയിരിക്കുന്നു? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറയും മനഃശക്തി. അതും സൂക്ഷ്മമാണ്. അപ്പൊ കാണാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല. യുക്തിപൂർവ്വം ചിന്തിക്കാം. ദൂരെ മലമുകളിൽ ഒരു പുക കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? തീയുണ്ട് അല്ലേ? യുക്തിഭദ്രമായിട്ട് ചിന്തിക്കും. അപ്പോൾ ലൈറ്റ് തെളിയുമ്പോൾ നമുക്ക് എന്തറിയാം? അവിടെ ഊർജ്ജം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് ഈശ്വരന്റെ സാന്നിധ്യം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ശക്തിയിലാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ശക്തിക്ക് ഒരു രൂപം കൊടുത്തു. കാരണം എന്താ? രൂപമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമുക്ക് ഏകാഗ്രത കിട്ടില്ല. ശരിയല്ലേ? ഒരു രൂപമില്ലെങ്കിൽ നമുക്ക് ഏകാഗ്രത കിട്ടും. ഇപ്പൊ വേദത്തിൽ ഗംഗാദേവിക്കൊന്നും രൂപമില്ല. ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ നല്ല ഗംഗാദേവിയുടെ രൂപം ഉള്ള ക്ഷേത്രമൊക്കെ ഉണ്ട്. നമുക്ക് അത്രയും പറ്റാത്തത് കൊണ്ടും നമുക്കൊരു രൂപം ഉണ്ടെങ്കിലുമേ ഫോക്കസ് ചെയ്യാൻ പറ്റൂ, ധ്യാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ശക്തിക്കൊരു രൂപം കൊടുത്തു അല്ലേ?
ആ ശക്തിയുടെ രൂപമാണ് പാർവതി ദേവി എന്ന് നമ്മൾ പറയും അല്ലെ. ശക്തിയുടെ രൂപമാണ് പാർവതി ദേവി. ഇതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ്, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പ് ഈ ശക്തിയിലാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ശക്തി ആരാധന നടത്തിയത്. അപ്പൊ ഈ ശക്തി ആരാധന നടത്തുമ്പോൾ അവിടെ നമ്മൾ ശരിക്കും എന്തിനെ ആരാധിക്കുന്നത്? ഊർജത്തിനെയാണ് ആരാധിക്കുന്നത്. ഇനി ഈ ഊർജം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ എല്ലാ ശക്തിയുണ്ട്, എല്ലാവരുടെ ശരീരത്തിലും ഒരുപോലെയാണോ? അല്ല. എല്ലാ പ്ലഗ് പോയിന്റിലും കൂടെ വരുന്ന കറണ്ട് ഒരുപോലെയാണോ? പവർ ഒരുപോലെയാണോ? മിക്സിക്കും ഗ്രൈൻഡറിനും ഒരുപോലത്തേക്ക് മതിയോ? അല്ലെങ്കിൽ മൊബൈൽ കുത്തുന്നത് പോലെ മതിയോ? ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഊർജമാണെങ്കിലും പലയിടത്തും വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. വളരെയധികം കൂടിയും വരാം, കുറഞ്ഞും ഒക്കെ വരാം. അതുപോലെ തന്നെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഊർജ കേന്ദ്രങ്ങളായിരുന്നു 52 ശക്തിപീഠങ്ങൾ. അവിടെ ഊർജം വളരെ കൂടുതലാണ്. ഈ 52 ശക്തിപീഠങ്ങൾ എങ്ങനെ ഉണ്ടായി? കഥ എല്ലാവർക്കും അറിയാം. സതീദേവി തന്റെ പിതാവായിട്ടുള്ള ദക്ഷന്റെ അപമാനത്താൽ എന്ത് ചെയ്തു? ആ ഹോമാഗ്നിയിലേക്ക് എടുത്ത് ചാടി. അപ്പൊ എന്തായി? മഹാദേവന് വിഷമം സഹിക്കാതെ സതീദേവിയുടെ ആ ശരീരവും എടുത്ത് താണ്ഡവ നൃത്തം ചെയ്തു. ഭൂലോകം മുഴുവൻ വളരെയധികം ദുരന്തത്തിലേക്ക് വരുന്നു എന്ന് കണ്ട മഹാവിഷ്ണു എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രം പ്രയോഗിച്ച് ദേവിയുടെ ശരീരത്തിനെ 52 കഷ്ണങ്ങളാക്കി. സതീദേവിയുടെ ശരീരം എന്താണ്? ശക്തിയാണ് അല്ലെ. ആ ശരീരത്തിന്റെ 52 ഭാഗങ്ങൾ എല്ലാം ശക്തിപീഠങ്ങളായി, ഊർജത്തിന്റെ കേന്ദ്രങ്ങളായി. കത്തിച്ച് പൂർണ്ണമായിട്ടുള്ള ആ ശക്തി ദേവിയുടെ ശരീരത്തിന്റെ ഭാഗം 52 സ്ഥലങ്ങളിൽ വീണപ്പോൾ അവ 52 ശക്തിപീഠങ്ങളായി മാറി. പിന്നീടെന്നല്ല, നമ്മളുടെ ഓരോ ദേവന്മാർക്കും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് അഖണ്ഡ ഭാരതത്തില് മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ബദരീനാഥാണ്. മഹാദേവന്റെ സ്ഥലങ്ങള് 12 ജ്യോതിർലിംഗങ്ങൾ അല്ലെ. ആ മന്ത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യ മഹാകാലം ഓംകാരം അമലേശ്വരം പരല്യാം വൈദ്യനാഥം ച ഡാകിന്യാം ഭീമശങ്കരം സേതുഗന്ധേതു രാമേശം നാഗേശം ദാരുകാമനെ വാരണസ്യാന്തു വിശ്വേശം ത്രംബകം ഗൗതമീതരെ ഹിമാലയേതു കേദാരം കൃഷ്ണേശം ശിവാലേ ഏതാനി ജ്യോതിർലിംഗാനി സായപ്രാതഭേന്ദര സപ്തജന്മകൃതം പാപം സ്മരണേന വിനശ്യതി. 2 ജ്യോതിർലിംഗങ്ങൾ. ഈ ജ്യോതിർലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പ്രകാശമാണ്. പ്രകാശം ഊർജത്തിന്റെ രൂപമല്ലേ? അതെ. അപ്പോൾ വളരെയധികം തേജസ്സുറ്റ സ്ഥലങ്ങളാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഊർജം സ്വീകരിക്കാനായിട്ട് നമ്മളോട് അവിടെ പോണെന്ന് പറയുന്നത്. ഈ അഗ്നിപർവ്വതത്തിന്റെ അടുക്കൽ പോയി നിന്നാൽ മതിയല്ലോ, ആ ചൂട് നമ്മളിലേക്ക് വരില്ലേ? നമ്മളൊന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് ഇതുപോലുള്ള ജ്യോതിർലിംഗങ്ങളിൽ പോയി തൊഴാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലേക്കും ആ ഊർജം പ്രവേശിക്കും. ഈ ശക്തിപീഠങ്ങളുടെയും 12 ജ്യോതിർലിംഗങ്ങളുടെയും ശക്തിയാണ് ഭാരതത്തെ പിടിച്ചു നിർത്തുന്നതെന്ന് നമ്മളെക്കാളും മനസ്സിലാക്കിയത് മുഗളന്മാരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിവയെല്ലാം ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചു. അവര് ചെയ്തെന്താണെന്നറിയോ? എല്ലാവരും പറയും അവര് ധാരാളം സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ആക്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ അന്നത്തെ രാജാക്കന്മാരുടെ കൊട്ടാരമൊക്കെ ആക്രമിച്ചാൽ പോരായിരുന്നു. വ്യത്യാസം വന്നതാണ്, സൗണ്ടൊരു മുഴക്കം വന്നതാണ്. മാറ്റിയായിരുന്നോ? ഇല്ലായിരുന്നു, ഇതൊരു മുഴക്കം വന്നതാണ്. അതായത് 12 ജ്യോതിർലിംഗങ്ങളെയും 52 ശക്തിപീഠങ്ങളെയും ഉന്നം വെച്ചത് സമ്പത്തിന് വേണ്ടിയിട്ടല്ല, സ്വത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു. മനസ്സിലായില്ലേ? സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ പിന്നെ നശിപ്പിച്ചപ്പോ അതിനകത്തുള്ളത് കണ്ടു കഴിയുമ്പോൾ എടുത്തോണ്ട് പോകാൻ തോന്നുമല്ലോ. കൊട്ടാരങ്ങള് ആക്രമിച്ചാൽ മതിയാണ്. ഇനി ഇവരെങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് നശിപ്പിക്കുന്നത് ഇത് മുഴുവനായിട്ട് അങ്ങ് നശിപ്പിച്ചില്ലാതെ ഒന്നും ആക്കില്ല.
എല്ലാം അംഗഭംഗം വരുത്തും. അംഗഭംഗം വരുത്തിയാൽ എന്താണ്? അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 1 തൊട്ട് 10 വരെ ഞാൻ കാശ്മീരിലായി. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം കാശ്മീരിൽ ഞങ്ങൾ ശ്രീനഗറിൽ BB ക്യാൻറ്റിൽ പോയി. BB കന്റോൺമെന്റിൽ ആർമീൻ്റെ കേന്ദ്രത്തിനകത്ത് പോയി. ഏക്കർ കണക്കിന് സ്ഥലം ആർമീൻ്റെ ഏരിയയാണ്. അപ്പം അതിന് നമുക്ക് പ്രത്യേക പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. അപ്പം നമുക്ക് ചില പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ പോകാൻ പറ്റി. അപ്പം അതിനകത്ത് ഒരു മ്യൂസിയം ഉണ്ട്. ശരിക്കും ഞങ്ങളൊക്കെ ബുക്കിൽ എഴുതി ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കണം. ഇത്രയും കാലത്തെ ജമ്മു കാശ്മീരിന്റെ ചരിത്രമൊക്കെ അവിടെ പറയുന്നുണ്ട്. എത്രമാത്രം ആളുകൾ ജീവത്യാഗം ചെയ്തു. നമുക്കറിയാം, നമ്മളുടെ എത്രയോ സൈനികർ എത്രയോ സ്ട്രാറ്റജിയൊക്കെ സ്വീകരിച്ചാണ് നമ്മളുടെ ആ കാശ്മീരിന്റെ ഭാഗമൊക്കെ പിടിച്ചെടുത്തത്. പിന്നെ പല ഗവൺമെന്റുകളും എന്ത് ചെയ്തു? വെറുതെ വിട്ടുകൊടുത്തു, അല്ലേ? ഇവരുടെ ജീവത്യാഗത്തിന് കുറഞ്ഞ വിലയുണ്ടോ? അപ്പോൾ ഇതിന്റെ ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. അതിനകത്തൊരു പാനി മന്ദിറുണ്ട്, വെള്ളത്തിന്റെ നടുവിലിരിക്കുന്ന ഒരു ക്ഷേത്രം. മറ്റൊരു സ്ഥലമുണ്ട് ധരോഹർ. ഞങ്ങൾ അവിടെ പോയി ആർമിയോട് ചോദിച്ചിട്ട് പോയി അവിടെ ഉള്ളവർക്ക് പോലും ചിലർക്ക് അറിയില്ല, കാരണം ഇത്ര സ്ഥലമായതുകൊണ്ട്. പക്ഷെ നമ്മുടെ കൂടെ വന്നയാള് അവിടെ പോയി കണ്ടിട്ടുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും അന്വേഷിച്ച് ഈ ധരോഹറിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ധരോഹറിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം കാശ്മീരിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്ത് കുഴിച്ചെടുത്തിരിക്കുന്ന വിഗ്രഹങ്ങളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ട് ഇതെല്ലാം നല്ല ലൈറ്റിങ്സ് ഒക്കെ ഇട്ട്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ രാത്രിയെ എത്ര ശില്പങ്ങളാണ്, എല്ലാം ഹിന്ദു ശില്പങ്ങളാണ് വെച്ചിട്ടുണ്ട്. വലിയൊരു ശിവലിംഗത്തിന്റെ പകുതി ഭാഗം, അതിന്റെ മുകൾ ഭാഗം 3 നല്ല പൊക്കമുള്ള ശിവലിംഗമാണ് 3 ഭാഗമായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ കയറി ചെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 അടി 8 ഇഞ്ച് പൊക്കമൊക്കെയുള്ള ഒരു ലേഡി അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ് ടു യു എന്ന് പറഞ്ഞു. നമുക്കൊന്ന് സന്തോഷമായി, കാരണം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞാനിത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അങ്ങനെ സിവിലിയൻസ് അങ്ങനെ അധികം പോകുന്ന സ്ഥലമല്ല. നമുക്ക് അത്ര ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് പോയത്. അപ്പോൾ അവർ ഞങ്ങളെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. അവരെ തന്നെ മേജർ ഗായത്രി അയ്യർ ആണ്. അപ്പൊ അവരുടെ ഭർത്താവിന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നപ്പോൾ ഇവിടെ എല്ലാം കാണിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ ശിവലിംഗം എല്ലാം മുറിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തന്നു. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ്. അതുപോലെ തന്നെ 64 യോഗിനികളുടെ ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് പോയതാണ്. ഈ 64 യോഗിനികളുടെയും പ്രതിഷ്ഠയില് എല്ലാത്തിൻ്റെയും ഒന്നുകിലും മൊക്കയില്ലാതെയാക്കും, കൈ മുറിച്ചു കളയും, അത്രയൊക്കെ ചെയ്യും. പക്ഷെ എന്താണ്, അതിൻ്റെ ചൈതന്യം പോകും, ശക്തി പോകും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പല മുഗളന്മാരും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഒക്കെ ഇത് ചെയ്തത്. നമ്മളെക്കാളും ശക്തി ആരാധനയുടെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കിയിരുന്നത് അവരാണ്. പക്ഷേ ഇവിടെ സ്റ്റേജിൽ ഇരുന്ന് ഇങ്ങനെ പറയാൻ നല്ല എളുപ്പമാണ്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. കേൾക്കാൻ നിങ്ങൾക്ക് നല്ല സുഖം. ഇത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കണമെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമാണോ? അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഭഗവാൻ മനസ്സിലായി, മനുഷ്യന്റെ ബുദ്ധി അത്രയൊന്നും ആയിട്ടില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരനെ ഒന്നും കാണണ്ട, ആ അമ്പലത്തിലെ വിഗ്രഹത്തിലൊന്ന് ഈശ്വരനെ കാണുക, നമുക്ക് സമാധാനം. ഇത്രയും ചരാചരങ്ങളിലുള്ളതിന് പകരം ഒന്നി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് എളുപ്പം. 20 സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് നാളെ തൊട്ട് 1 സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പറയുന്നയാള് നല്ല ഡോക്ടറും അല്ല, ശരിയല്ലേ? നേരെ മറിച്ച് അടുത്ത ആഴ്ച ഒരു 18 ആക്കാവോ, 2 കുറയ്ക്കാവോ, അടുത്ത ആഴ്ച 1 കുറയ്ക്കാവോ, അങ്ങനെ ചോദിച്ചാൽ ഒരു വെരി ഗുഡ് ഡോക്ടർ പറ്റുകയും ചെയ്യും ക്രമാനുഗതമായിട്ട്. അതുപോലെ നമ്മളോട് ആദ്യം വിഗ്രഹത്തിൽ ഈശ്വരനെ കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വലിയ നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നു, വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ടു. ഈ വിഗ്രഹം എന്താണ്? എനർജി പോയിന്റാണ്, അല്ലെ? വിഗ്രഹത്തിൽ ഊർജം വരുന്നത് എങ്ങനെയാണ്? ധാരാളം പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പല ചടങ്ങുകളുണ്ട്. ശില്പി കൊണ്ടുവരുമ്പോൾ അത് ശില്പം മാത്രമാണ്, അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യും? തന്ത്രി പല ചടങ്ങുകളും നടത്തും. അതിന്റെ കൂടെ ഒരു കുടത്തില് കുറച്ച് ജലം എടുത്തു വെച്ച് ദർഭപ്പുല്ലൊക്കെ ഇട്ട് കുറെ മന്ത്രം ചൊല്ലും, അല്ലെ? കലശക്കുടം എന്ന് പറയും. അത് കഴിഞ്ഞാൽ
ഈ ശില്പത്തിലേക്ക് അഭിഷേകം ചെയ്യും. അപ്പോഴാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുമ്പോൾ ശില്പം എന്തായി മാറി? വിഗ്രഹമായിട്ട് മാറി. ഇതെന്താ സംഭവിച്ചു അവിടെ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കും, വാട്ടർ ഇസ് എ വെരി ഗുഡ് കണ്ടക്ടർ. സ്കൂളിൽ പഠിക്കുന്നില്ലേ? വെള്ളമാണ് ഏറ്റവും നല്ല കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഊർജത്തിനെ സ്വീകരിക്കാനും കടത്തിവിടാനും റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്താ? വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിനടിയിൽ തലയിൽ ലൈറ്റും വെച്ച് നടക്കുന്നത്. അങ്ങോട്ട് പാസ് ചെയ്യത്തില്ലെങ്കിൽ മുൻവശം കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. വെള്ളത്തിലൂടെ ശബ്ദം പാസ് ചെയ്യും, അതായത് വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, അതായത് വെള്ളത്തിലൂടെ എനർജി പാസ് ചെയ്യും. വെള്ളത്തിന് എനർജിയെ സ്വീകരിക്കാനും റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ തന്ത്രി മന്ത്രം ചൊല്ലുമ്പോൾ തന്ത്രിയുടെ ശരീരത്തിലെ ഊർജം ശബ്ദ ഊർജമായി പുറത്തു വരുന്നു. സൗണ്ട് ഇസ് ഓൾസോ എ ഫോം ഓഫ് എനർജി. ഇപ്പൊ ഞാൻ കഴിച്ച ആഹാരത്തിൽ നിന്ന് കിട്ടിയ ഊർജമാണ് ശബ്ദ ഊർജമായിട്ട് പുറത്തു വരുന്നത്. അത് വേറെ ഫോം ആണെന്നേ ഉള്ളൂ. ഇതിനെ എന്ത് അബ്സോർബ് ചെയ്യും? മുന്നിലിരിക്കുന്ന കലശത്തിലെ ജലം അബ്സോർബ് ചെയ്യും. അതിലപ്പോൾ എനർജിയുണ്ട്. ഇത് വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ആ എനർജിയെ ജലം റിലീസ് ചെയ്യും. അപ്പോൾ അതിനൊരു ചൈതന്യം വരും. തന്ത്രിക്ക് എത്രമാത്രം പോസിറ്റീവ് ചൈതന്യം ഉണ്ടോ അത് അതിലേക്ക് വരും. പിന്നീട് മേൽശാന്തിയൊക്കെ ധാരാളം മന്ത്രങ്ങളും ക്രിയകളും ചെയ്ത് പിന്നെ പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. ഈ ഊർജത്തിനെ എല്ലാം ഈ വിഗ്രഹത്തിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിലർ ചോദിക്കുന്നത് പിന്നെ തന്ത്രിയെ നമസ്കരിച്ചാൽ പോരെ? തന്ത്രി പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വരുന്നുണ്ട്, ലോകം മുഴുവൻ ഇടപഴകുന്നുണ്ട്, അല്ലേ? വിഗ്രഹം അങ്ങനെയല്ല. വളരെയധികം അതിൻ്റെ ഊർജം കൂടിക്കൊണ്ടേ ഇരിക്കും. അതായത് വളരെ വലിയ എനർജി പോയിന്റ് ആണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ എനർജി സ്വീകരിക്കാനാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നാൽ കൂടെ എഴുന്നേറ്റ് പോകരുത്, കുറച്ച് സമയം അവിടെ ഇരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ വലിയ വലിയ ക്ഷേത്രങ്ങളുടെ ആണെങ്കിൽ വെളിയിൽ ഗോപുരത്തിന്റെ മുകളിൽ താഴികക്കുടം കാണും. അതിന് കുംഭാഭിഷേകം നടത്തും. അഭിഷേകം നടത്തുമ്പോൾ അതിന് ചൈതന്യം ഉണ്ടെന്നാണ്. 72 കിലോമീറ്റർ ചുറ്റളവിൽ ഈ എനർജി പോകുന്നതാണ് പറയും. അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ളവര് ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വളരെ പോസിറ്റീവ് വൈബ്രേഷൻ ആയി. മധുര ക്ഷേത്രം എല്ലാ തെരുവുകളും അവസാനിക്കുന്നത് മധുര ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കും തോറും ഈ ഊർജം നമ്മളിലേക്ക് സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ജ്യോതിർലിംഗങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ തീർത്ഥയാത്രയൊക്കെ ഇങ്ങനെ ഊർജക്ഷേത്രങ്ങളിൽ പോകണം എന്ന് പറയുന്നത്. അപ്പൊ അയോധ്യയിൽ നമ്മൾ പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഈ തീർത്ഥസ്ഥലങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളെയും പറയില്ല. തീർത്ഥസ്ഥലങ്ങൾ എന്ന് പറയുന്നത് പുരാണത്തിൽ പരാമർശമുള്ള സ്ഥലങ്ങളെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പുരാണത്തിൽ പരാമർശമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഐതിഹ്യം കാണും. ആ ഐതിഹ്യം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ദേവൻ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഇപ്പൊ അയോധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീരാമൻ ആ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ശ്രീരാമൻ ആ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയുടെ ഊർജ്ജം എത്രയായിരിക്കും? നമ്മൾ എവിടെ ചെന്നാലും ആ ഊർജ്ജം അവിടെ നിക്ഷേപിക്കും. നമ്മൾ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം ഊർജ്ജമുണ്ട്. നമ്മൾ പോയി നിന്നാൽ അവിടെ ആ ഊർജ്ജമുണ്ട്. അപ്പോൾ പുരാണത്തിലുള്ളത് ഈ ദേവന്മാർ നേരിട്ട് വന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവയ്ക്ക് ഊർജം കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ നോക്കിയാലും ദേവിയുടെ മഹിമ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇതാണ് കാശിയിലെ അന്നപൂർണേശ്വരി ദേവിയുടെ ചരിത്രം. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അവരാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരുന്നത്. ദേവി അവർക്കൊരു മൈൻഡില്ല. അപ്പൊ ദേവി വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പറ്റില്ലല്ലോ, ദേവിയെ കൊണ്ട് എന്താ കാര്യം, ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു. ദേവി എന്നെ അപ്രത്യക്ഷമായി. ദേവി അപ്രത്യക്ഷമായപ്പോ എന്താ? കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല, അല്ലേ? ആകെ പട്ടിണിയായി, അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ഭൂമി മുഴുവൻ ഉണങ്ങി വരലാന്ന് പറയും. ദേവി ഒട്ട് കാണുന്നുമില്ല. ദേവി നേരെ കാശി പോയി നല്ലൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി ബാക്കി എല്ലാ നാട്ടുകാരും പട്ടിണിയിൽ ഇരിക്കുമ്പോൾ അവിടുത്തുകാർക്ക് ധാരാളം സുഭിക്ഷമായിട്ട് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. ദേവി എവിടെയാണെന്ന് അറിയാതെ തപ്പി നടന്ന മഹാദേവൻ ഒരിടത്ത് മാത്രം സുഭിക്ഷാന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലായി ദേവി അവിടെ ഉണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോഴാണ് കയ്യില് കലവും തവിയൊക്കെ ആയിട്ട് അന്നപൂർണേശ്വരി അങ്ങനെയല്ലേ കൊടുക്കുന്നത് കണ്ട് അവിടെ പോയിട്ടാണ് മഹാദേവൻ ഭിക്ഷ യാചിക്കുന്നത്. അതാണ് അന്നപൂർണേശ്വരി ദേവിയുടെ ആ ഒരു അന്നപൂർണേശ്വരി എന്നുള്ള സങ്കല്പം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശക്തി ആരാധന
എത്ര മാത്രം ലോജിക്കലായിട്ട് ശരിയാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ തുടങ്ങിയത് എവിടെയാണ്? ശാരദാംബയിലാണ്. അപ്പൊ അതിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ നമുക്കിനി അതെങ്ങനെ മനസ്സിലാവും? അപ്പൊ നമ്മൾ വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ടു, ജപിക്കാനൊക്കെ തുടങ്ങി, ഇവിടെ വന്ന് ഭഗവാനോട് സംസാരിക്കാനൊക്കെ തുടങ്ങി, നമ്മുടെ ഫ്രണ്ടായിട്ട് മാറി. അപ്പൊ നമുക്ക് ആകെ സന്തോഷം. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരാളുണ്ട്, എന്നെ താങ്ങാൻ ഒരാളുണ്ട്, എനിക്ക് ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ, വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു മനസ്സമാധാനമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എന്താ അനുവും സന്തോഷവും ഒക്കെ പറയുന്നത്, ചേച്ചി ഞങ്ങളിവിടെ ഒരു ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനയജ്ഞം സംഘടിപ്പിക്കാൻ പോകുന്നു, ചേച്ചി കേൾക്കാൻ വരണം. അപ്പൊ ഉദിച്ചൈതന്യജിയുടെയോ അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമിജിയുടെയോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു, ഹിന്ദുവായിട്ട് ഭഗവത്ഗീത അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ആകെ ഒരു സുഖമൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഒരു ദിവസം പോയേക്കാം. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായമുണ്ട്? എത്രയുണ്ട്? അയ്യോ, കുട്ടികൾ പറയാം. എല്ലാവരും കുട്ടികളറിയാം. ആർക്കെങ്കിലും അറിയാമോ കുട്ടികൾക്ക്? 18. അതെ, 18 അധ്യായങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കി നോക്കിയിരുന്ന് ഒരു ദിവസം ഭഗവത്ഗീത കേൾക്കാനായിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ആചാര്യൻ പറയുന്നത് 10-ാം അധ്യായം ഏതാണെന്നറിയാം ആർക്കെങ്കിലും? 10-ാം അധ്യായത്തിന്റെ പേരെന്താ? മുതിർന്നവർക്കറിയാം. പത്താം അധ്യായം വിഭൂതി യോഗം. അപ്പൊ 10-ാം അധ്യായം വിഭൂതി യോഗമാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശങ്ങളാണ്. അപ്പൊ അതിൽ ഭഗവാൻ എന്താ പറയാ? വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാണ്. അതിന്റെ അർത്ഥം എന്താ? ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണെന്നല്ലേ അർത്ഥം. വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാണെന്ന് പറഞ്ഞാൽ എന്താ? ശ്രീകൃഷ്ണ ഭഗവാൻ എന്നർത്ഥം. അത്രയും നാളും ചുരണ്ടിക്കൊണ്ടും മാന്തിക്കൊണ്ടും ഒക്കെ ഇരുന്ന നമ്മള് വേഗം ആൽവൃക്ഷത്തിന് ഒരു തടമൊക്കെ കെട്ടി പിന്നെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് പൂജിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? നമ്മുടെ കണ്ണില് ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണൻ. വിഭൂതി യോഗത്തിൽ പറയുന്നു, പൂക്കളിൽ ഞാൻ താമരയാണ്. ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ താമരപ്പൂ കാണുമ്പോൾ എന്ത് ഓർമ്മ വരും? ശ്രീകൃഷ്ണനെ ഓർമ്മ വരും, അല്ലേ? അപ്പം അതായി. അടുത്തത് ഭഗവാൻ പറയുന്നു, സരസാമസ്മി സാഗരഹ. സരസ്സുകളിൽ ഞാൻ സാഗരമാണ്, കടലാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും, കടല് കണ്ട ആർക്കാ ഭഗവാനെ ഓർക്കാതിരിക്കുന്നു? എന്താ ആഴവും പഴപ്പിട്ട് ആരുടെ സൃഷ്ടിയ? അന്തോ ഇല്ല കുന്തോ ഇല്ലാത്തൊരു സാധനം, അല്ലേ? പക്ഷേ ഒരേ പതയാണെന്ന് വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. ഇത് ഈശ്വരനാണെന്ന് വിചാരിച്ചാൽ ഈശ്വരൻ. നൊച്ചൂർ അദ്ദേഹം പറയും, നൊച്ചൂർ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഇത് ഭഗവാനാണെന്ന്, പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരേ പതയല്ലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൃഷ്ടി, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സൃഷ്ടി കാണുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരണം? സൃഷ്ടാവിനെ ഓർമ്മ വരണം. ഈ സൃഷ്ടിയെ കാണണമെങ്കിൽ, ശരിയായ രീതിയിൽ കാണണമെങ്കിൽ ദൃഷ്ടി മാറണമെന്ന് നൊച്ചൂർ അദ്ദേഹം പറയും. ഇത് നൊരേം പതയാണെന്ന് വിചാരിച്ചാൽ നൊരേം പതയാണ്, ഇത് ഈശ്വരനാണെന്ന് വിചാരിച്ചാൽ ഈശ്വരന്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ലേ? അതായത് എന്നെ ഈശ്വരൻ സംരക്ഷിക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രകൃതി ഒരുക്കിത്തരും. എന്നെ ആരും രക്ഷിക്കില്ല, ഞാൻ ഈശ്വരനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരും. അപ്പൊ നമ്മൾ തീരുമാനിച്ചോണം നമ്മൾ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ പറയാണ്, സരസാമസ്മി സാഗരഹ. കടലെന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പൊ ഒന്ന് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യാം. വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ട നമ്മൾ ആൽവൃക്ഷത്തിൽ ഈശ്വരനെ കാണാൻ തുടങ്ങി. പിന്നെ താമരപ്പൂവിൽ ഈശ്വരനെ കാണാൻ തുടങ്ങി. അടുത്തതോ കടലിൽ ഈശ്വരനെ കാണാൻ തുടങ്ങി. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്കറിയാം ഇതിന്റെ എന്ത് ഡയമെൻഷനാണ് ശാരദാദേവി പറഞ്ഞത്. ഈ ചൂലിലും ഈശ്വരനുണ്ട്. നമ്മൾ പതുക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പിച്ച വെച്ച് വരും. ശാരദാദേവിയുടെ അനുഭൂതി തലത്തിലുള്ളത് കൊണ്ട് ശാരദാദേവിക്ക് എന്തിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ശാരദാദേവി പറയുമ്പോൾ അത് അസത്യമല്ല, നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ശക്തിയുടെ പ്രാധാന്യം, ഈ ദേവി ആരാധനയുടെ പ്രാധാന്യം. ചുമ്മാതെയാണോ ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിദേവിയെ ആരാധിച്ചിരുന്നത്? ഇപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് വാട്സപ്പ് മെസ്സേജ് കണ്ടു, അല്ലെ? പാകിസ്ഥാൻ കലിമ ചൊല്ലാനായിട്ട് പറഞ്ഞു.
കലിമയുടെ സ്പെല്ലിംഗ് എന്താ? KLIMA അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചൊല്ലി? കാളിമ എന്ന് ചൊല്ലി. KLIക്ക് ഒരു സ്പേസ് കൊടുത്താൽ മതി, കാളിമ എന്ന് ചൊല്ലി. നമ്മുടെ എല്ലാം എന്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്? ശക്തിയുടെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ പിടിവള്ളി. പക്ഷെ ആ ശക്തിയുടെ രൂപം എങ്ങനെയാണ്? പാർവതി ദേവി ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത്? ദുർഗയായിട്ടും കാളിയായിട്ടും എല്ലാം വരുന്നില്ലേ? ഒരു അമ്മയ്ക്ക് പല ഭാവങ്ങൾ ഉള്ളതുപോലെ വേണ്ട സമയത്ത് വേണ്ട നടക്കും. ഇങ്ങോട്ട് പണിയാൻ വന്നാൽ ആയുധങ്ങൾ എടുത്തിറങ്ങും, അല്ലെങ്കിൽ വാത്സല്യഭാവം. ഏത് വേണോ അത് സാഹചര്യത്തിനനുസരിച്ച് പ്രയോഗിക്കുക എന്നുള്ളതാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരാളുടെ കാര്യം. ഇല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കാൻ എന്നും ആളുകൾ കാണും. ശരിയല്ലേ? ഇപ്പൊ എല്ലാവരും മതം മാറ്റത്തിനെ പറ്റി പറയും. ഒന്നിനും അവര് വന്ന് മതം മാറ്റും, ഇവര് വന്ന് മതം മാറ്റുന്നു. ഞാൻ ഒരിക്കലും മതം മാറ്റുന്നവരെ കുറ്റം പറയാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മതം മാറാൻ നിന്ന് കൊടുത്ത